Today, let us discuss about another topic, which is error control and error correction. In the last session, we have discussed about error detection mechanism. In that, we have learned two methods, which are CRC and parity. Okay, അത് രണ്ടും നമ്മൾ പഠിച്ചു. അതെന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷൻ ആണ്. ഓക്കെ, ഒരു ബിറ്റ്സിൽ ഒരു സീക്വൻസ് ഓഫ് ബിറ്റ്സിൽ ഹൗ എറർ ഈസ് ഡിറ്റക്റ്റഡ്, and also to check whether the data word or the code word is a valid or invalid. അതാണ് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. എറർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wherever we have found out the error, it has to be corrected. ഓക്കെ, ഇപ്പോൾ ഏത് ഡാറ്റ സ്ട്രീമിലാണ് എറർ വന്നിട്ടുള്ളത്, that have to be corrected. That is a part of error correction. Clear? Now let us go into the details. Error control and error correction. Error correction is much more difficult than error detection. Okay, in error detection, the receiver needs to know only that the received code word is valid or invalid. അപ്പോൾ എറർ ഡിറ്റക്ഷനിൽ എന്താ നമ്മൾ നോക്കേണ്ടത്? റിസീവറിന് എന്തേ അറിയേണ്ടതായിട്ടുള്ളൂ? they just want to know whether the code received or the code word received is a valid or invalid. ഓക്കെ, ഈ കോഡ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ വെറും ഡാറ്റ മാത്രമല്ല, ഡാറ്റയുടെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് ബിറ്റ്സുകൾ സീറോസോ അല്ലെങ്കിൽ വൺസോ ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് കോഡ് വേർഡ് എന്ന് പറയുന്നത്. അതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ്ഡ് കോഡ് വേർഡിൽ നമ്മുടെ സെൻഡ് കോഡ് വേർഡായിട്ടുള്ള മാച്ചിങ് നോക്കും. ആണെങ്കിൽ മാത്രമേ അവിടെ വാലിഡ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് റിസീവ്ഡ് കോഡ് വേർഡ് ഈസ് വാലിഡ് ഓർ ഇൻവാലിഡ് എന്ന് പറയുന്നത്. ഇൻ എറർ കറക്ഷൻ, ദ റിസീവർ നീഡ്സ് ടു ഫൈൻഡ് ദ ഒറിജിനൽ കോഡ് വേർഡ് സെൻറ്റ്. ഇപ്പോൾ കറക്ഷനിൽ എന്താ വേണ്ടത്? നമ്മൾ ഒറിജിനൽ കോഡ് വേർഡ് നമ്മൾ സെൻഡ് ചെയ്തത് ഒറിജിനൽ കോഡ് വേർഡ് ആണോ എന്നും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ, ഒറിജിനൽ കോഡ് വേർഡായിട്ട് മാച്ച് ചെയ്തിട്ട് ആ ഒറിജിനൽ കോഡ് വേർഡ് നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ, സോ എറർ കറക്ഷനിൽ ഇപ്പം എന്താ വേണ്ടത്? ദ റിസീവർ നീഡ്സ് ടു ഫൈൻഡ് ദ ഒറിജിനൽ കോഡ് വേർഡ് സെൻഡ്. അപ്പോൾ റിസീവറിന് അത് കറക്റ്റ് ചെയ്യണമെന്നൊക്കെ എന്താ വേണ്ടത്? റിസീവർ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി നീഡ്സ് ടു നോ ദ ഒറിജിനൽ കോഡ് വേർഡ് ദാറ്റ് ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ്. ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഒറിജിനൽ കോഡ് വേർഡ് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ കറക്ഷനിൽ നമുക്കതാണ്, നമുക്ക് റിസീവ്ഡ് കോഡ് വേർഡ് നമ്മൾ കറക്റ്റ് ചെയ്യണം, അല്ലേ? അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവറിന് എന്തറിയണം? ആ ഒറിജിനലായിട്ട് സെൻഡ് ചെയ്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ കോഡ് വേർഡ് എന്താണെന്നുള്ളത് അത് നേരത്തെ അറിഞ്ഞിരിക്കണം. ഓക്കെ, this is the introduction part of error correction. Now forward error correction. Okay, ഫസ്റ്റ് മെത്തേഡാണ് ഫോർവേഡ് എറർ കറക്ഷൻ. ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ഒരു ഡാറ്റേനെ നമുക്ക് ആദ്യം എൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ആദ്യം നമുക്ക് കെ ബിറ്റ് ഡാറ്റ ഉണ്ടാവും. കെ ബിറ്റിൻ്റെ ഡാറ്റയെ നമ്മൾ എൻകോഡ് ചെയ്യും. അതായത് FEC ഫോർവേഡ് എറർ കറക്ഷൻ എൻകോഡർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽ കൺവേർട്ട് ഇറ്റ് ടു എ n ബിറ്റ് കോഡ് വേർഡ്. ഓക്കെ, സോ കെ ബിറ്റ് ഡാറ്റയെ നമ്മൾ കൺവേർട്ട് ടു n ബിറ്റ് കോഡ് വേർഡ്. അപ്പോൾ ഈ കെ ബിറ്റിനെ n ബിറ്റ് ആക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും ബിറ്റ്സോ സീറോസോ എല്ലാം പാഡ് ചെയ്യും. സീറോസോ വൺസോ എല്ലാം പാഡ് ചെയ്തിട്ട് ഈ ഡാറ്റയുടെ കൂടെ അഡീഷണലായിട്ട് സീറോസോ വൺസോ എല്ലാം നമ്മൾ അപ്പൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കോഡ് വേർഡ് ആക്കി മാറ്റും. Okay, so k bit data is converted to a n bit code word, okay, using a FEC encoder such that n is greater than k. Size of n must be greater than k. Obviously ആയിരിക്കുമല്ലോ, ഡാറ്റയിൽ നമ്മൾ പാഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് കൂടും. സോ n must be greater than k. So this code word is getting transmitted. ഈ കോഡ് വേർഡാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഡ് വേർഡ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് റിസീവറിൽ ഈ കോഡ് വേർഡ് കിട്ടിക്കഴിഞ്ഞു. Then again it performs FEC decoder. ഓക്കെ, FEC decoder വഴിയിട്ട് നമുക്ക് 4 രീതിയിലുള്ള പോസിബിലിറ്റീസാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ സോ വെൻ ദിസ് കോഡ് വേർഡ് ഈസ് പാസ് ത്രൂ ടു FEC decoder, വിൽ ബി ഹാവിങ് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഔട്ട്കംസ്. ഓക്കെ, FEC decoder കൂടെ കടത്തി വിടുമ്പോഴത്തേക്കും നമുക്ക് 4 ഔട്ട്കംസ് വരും. അപ്പോൾ ഫസ്റ്റ് ഔട്ട്കം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എറർ. ഓക്കെ, എറർ ചിലപ്പോൾ ഒക്കർ ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള കോഡ് വേർഡ് തന്നെ കിട്ടും. ഓക്കെ, സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എറർ വിച്ച് ഈസ് ഡിറ്റക്റ്റബിൾ. ഓക്കെ, ഡിറ്റക്റ്റബിൾ എററാണ്. ഓക്കെ, ഡിറ്റക്റ്റബിൾ ആൻഡ് കറക്റ്റബിൾ എററാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് നോ എറർ, അടുത്തത് ഡിറ്റക്റ്റബിൾ ഓർ കറക്റ്റബിൾ എറേഴ്സ്. ഡിറ്റക്റ്റബിൾ ആസ് വെൽ ആസ് കറക്റ്റബിൾ എറേഴ്സ്, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ്? കറക്റ്റബിൾ അല്ല ബട്ട് ഡിറ്റക്റ്റബിൾ ആണ്.
ഓക്കെ, എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റബിൾ. ഓക്കെ, ആൻഡ് one more possibility is there, which is undetectable errors. അതായത് ഡിറ്റക്റ്റ് ചെയ്യാനേ പറ്റില്ല, നമുക്കത് എറർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ് നാലാമത്തെ കേസ് എന്ന് പറയുന്നത്, അൺഡിറ്റക്റ്റബിൾ എറേഴ്സ്. ഓക്കെ, so when this code word is being decoded, there are 4 possibilities. First one is no error. There may be no error in the code. First one is there is error and which can be corrected, and the third one is there is error which cannot be corrected, and fourth one is undetectable errors. Okay, these are the 4 possibilities. Clear? Now let us go into the theoretical part. The receiver is able to correct errors in the incoming transmission. നമ്മൾ ഈ പറഞ്ഞ കോഡ് വേർഡ് ഈ സംഭവമാണ്, ബ്ലോക്ക് ഡയഗ്രാമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിസീവർ ഈസ് ഏബിൾ ടു കറക്റ്റ് എറേഴ്സ് ഇൻ ആൻ ഇൻകമിങ് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പം ആ ഇൻകമിങ് ട്രാൻസ്മിഷനിൽ റിസീവറിന് എന്ത് ചെയ്യാൻ പറ്റും, എറർ ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഓൺ ദ ട്രാൻസ്മിഷൻ എൻഡ് ഈച്ച് കെ ബിറ്റ് ഡാറ്റ ഈസ് മാപ്ഡ് ഇൻ ടു n bit ബ്ലോക്ക്. ഓക്കെ, സച്ച് ദാറ്റ് n must be greater than k ആണല്ലോ, k ബിറ്റിന് n ബിറ്റ് ആക്കി സച്ച് ദാറ്റ് n ഈസ് ഗ്രേറ്റർ ദാൻ k. ഇതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, കോഡ് വേർഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് കോഡ് വേർഡ്. ദിസ് എൻകോഡഡ് ബിറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നതിനാണ് കോഡ് വേർഡ് എന്ന് പറയുന്നത്. സോ ദിസ് കോഡ് വേർഡ് ഈസ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതിനെയാണ്, കോഡ് വേർഡിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസ്മിറ്ററാണ്, ഇത് റിസീവറാണ്. അപ്പോൾ കോഡ് വേർഡാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് വേർഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ദ സിഗ്നൽ ഈസ് സബ്ജക്റ്റ് ടു ഇമ്പയർമെൻറ്റ്. ഓക്കെ, which means that during transmission there can be chance of occurring errors. അതാണ് impairments എന്ന് പറയുന്നത്. At the receiver, the incoming signal is demodulated to produce a bit stream similar to the original code word. അപ്പോൾ റിസീവർ സൈഡിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ കോഡ് വേർഡ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്താണ് അയക്കുന്നത്. അത് റിസീവർ സൈഡ് ദിസ് ഈസ് ഡീമോഡുലേറ്റഡ്, അതിവിടെ തന്നിട്ടില്ല. ദിസ് ഡീമോഡുലേറ്റഡ് ആൻഡ് convert it to a code word similar to one that is being transmitted. ഓക്കെ, ഇപ്പോൾ ഈ കോഡ് വേർഡ് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അതിനെ ഡീമോഡുലേറ്റ് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് മോഡുലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്ന് ഡീമോഡുലേറ്റ് ചെയ്യണം. ക്ലിയർ? അതാ പറയുന്നത്. ദിസ് ബ്ലോക്ക് ഈസ് പാസ് ത്രൂ ദ FEC ഡീകോഡർ ആൻഡ് വൺ ഓഫ് ദ 4 പോസിബിൾ ഔട്ട്കംസ് ക്യാൻ ഒക്കർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ FEC ഡീകോഡർ വഴി കടത്തിവിടുന്നു. ഈ കോഡ് വേർഡിനെ FEC ഡീകോഡർ വഴി കടത്തിവിട്ടിട്ട് നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഔട്ട്കംസ് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? നോ എറേഴ്സ് ഇഫ് ദ ഇൻപുട്ട് ടു ദ FEC ഡീകോഡർ ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഒറിജിനൽ കോഡ് വേർഡ്. ഓക്കെ, നമ്മൾ ഒറിജിനൽ കോഡ് വേർഡിന് ഇക്വലൻ്റ് ആണ് നമ്മുടെ ഇപ്പോൾ കിട്ടിയ കോഡ് വേർഡ്. അതായത് റിസീവ് ചെയ്ത കോഡ് വേർഡും ഒറിജിനൽ കോഡ് വേർഡും സെയിം ആണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് നോ എറർ ഹാസ് ഒക്കേർഡ്. ഓക്കെ, ഡിറ്റക്റ്റബിൾ കറക്റ്റബിൾ എറേഴ്സ്. It is possible for the decoder to detect and as well as correct those errors. അപ്പോൾ ഡീകോഡറിന് ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കേസ്. തേർഡ് കേസ് ഈസ് ഡിറ്റക്റ്റബിൾ ബട്ട് നോട്ട് കറക്റ്റബിൾ. ഫോർ സർട്ടൺ എറർ പാറ്റേൺസ് ഡീകോഡർ ക്യാൻ ഡിറ്റക്റ്റ് ബട്ട് കനോട്ട് കറക്റ്റ് ദ എറേഴ്സ്. ചില കേസസിൽ നമുക്ക് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ബട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ അൺഡിറ്റക്റ്റബിൾ എറേഴ്സ്. ചില കേസിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനേ പറ്റില്ല, അവിടെ എറർ ഉണ്ടായി എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് അൺഡിറ്റക്റ്റബിൾ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ. അപ്പോൾ നമ്മുടെ FEC എൻകോഡർ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, FEC എൻകോഡർ നമ്മുടെ ഈ സംഭവം നമ്മൾ ഡാറ്റയെ നമ്മൾ കോഡ് വേർഡ് ആക്കുന്നത് ഇതുപോലെയാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഡാറ്റ. ഇതാണ് നമ്മൾ ഒറിജിനൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റ. ഇതിനെ നമ്മൾ കോഡ് വേർഡ് ആക്കും. ഓക്കെ, ഇപ്പോൾ 00 വരെയാണെങ്കിൽ നമ്മൾ 000 എന്ന് കൊടുക്കും കോഡ് വേർഡ്. 01 ആണെങ്കിൽ 011, 10 101, 11 110. So in order to transmit these stream of bits, we will be transmitting this code word. ഈ ഒറിജിനൽ ഡാറ്റ ആസ് സച്ച് അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വി ആർ കൺവേർട്ടിങ് ഇറ്റ് ടു ദ കോഡ് വേർഡ് ആൻഡ് ദെൻ ട്രാൻസ്മിറ്റഡ്. ദിസ് പ്രോസസ് ഈസ് ഡൺ ബൈ ദ FEC എൻകോഡർ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, FEC എൻകോഡറാണ് ഇതിനെ കൺവേർട്ട് ചെയ്ത് വിടുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ 000
നമ്മൾ ചില കോഡുകൾ നമുക്ക് നമ്മുടെ ഈ ലാസ്റ്റ് കേസിൽ പറയുന്നുണ്ട് അൺഡിറ്റക്റ്റബിൾ എറേഴ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അൺഡിറ്റക്റ്റ് ചെയ്ത് വരാം, എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടാതെ വരുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ലുക്ക് ഹിയർ. ഇപ്പോൾ നമുക്ക് അയച്ച കോഡ് വി ഹാവ് ആക്ച്വലി സെൻഡ് 000. ഓക്കെ, സപ്പോസ് നമുക്ക് റിസീവ് ചെയ്യുന്നത് 101 ആണെങ്കിൽ അത് ഓൾറെഡി 101 എന്ന് പറയുന്ന കോഡ് ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 000 ആണ്, ബട്ട് നമുക്ക് റിസീവ് ചെയ്തത് 101 ആണ്. ഓക്കെ, ബട്ട് നമുക്ക് ആ 101 എന്ന് പറയുന്ന കോഡ് ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. 101 എന്ന് പറയുന്ന കോഡ് വേർഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പം അതിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എറർ ആണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഉടനെ 101ൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ വേർഡായിട്ട് അതിനെ മാറ്റും. ക്ലിയർ? സോ ഇതിനെയാണ് നമ്മൾ അൺഡിറ്റക്റ്റബിൾ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അൺഡിറ്റക്റ്റബിൾ എറേഴ്സ് ഇങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാമിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമ്മൾ എറർ കറക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് എറർ കറക്റ്റ് ചെയ്യുന്നത്? വി ആർ ഡൺ യൂസിങ് ദ മെത്തേഡ് ഓഫ് ഹാമിംഗ് ഡിസ്റ്റൻസ്. ഈ ഫോർവേഡ് എറർ കറക്ഷനിൽ നമ്മൾ ഡീകോഡർ സമയത്ത് എറർ കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഹൗ വി ആർ ഡൂയിങ് ദിസ്? ഇറ്റ് ഈസ് ഡൺ യൂസിങ് ഹാമിംഗ് ഡിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ദിസ് ഹാമിംഗ് ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദിസ് കോൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ എറർ കൺട്രോൾ ആൻഡ് എറർ ഡിറ്റക്ഷൻ. ഓക്കെ, എറർ കൺട്രോൾ ആസ് വെൽ ആസ് എറർ ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നതാണ്. So what is a hamming distance? This is a definition of hamming distance. A hamming distance d of v1, v2 between two n binary sequence അല്ലെങ്കിൽ pair of binary sequence v1 and v2 is the number of bits in which v1 and v2 disagree. ഓക്കെ, അപ്പോൾ എത്ര ബിറ്റ്സിലാണ് v1 and v2 ഡിഫറൻസ് വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഹാമിംഗ് ഡിസ്റ്റൻസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഓൺലി യൂസിങ് എ പെയർ ഓഫ് ബിറ്റ്സ്. ഓക്കെ, പെയർ ഓഫ് ബിറ്റ്സ്, രണ്ട് ഈക്വൽ പെയർ ഓഫ് ബിറ്റ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ v1 and v2 ആർ ദ two set of bits. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ v1 and v2 മസ്റ്റ് ബി സെയിം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹൗ വി ആർ കമ്പ്യൂട്ടിങ് ദ ഹാമിംഗ് ഡിസ്റ്റൻസ് v1 and v2? ഹാമിംഗ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് ഹൗ മെനി ബിറ്റ്സ് ബൈ വിച്ച് ദ ബിറ്റ്സ് ആർ ഡിഫറിങ്. ഓക്കെ, ഹൗ മെനി ബിറ്റ്സ് ദ ഡിഫറൻസ് ഈസ് ഒക്കറിങ് എന്നുള്ളതാണ് ഹാമിംഗ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ v1 0110111, v2 11011. So how many bits this v1 is differing from v2? v1 ഉം v2 തമ്മിൽ എത്ര ബിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്? ഓക്കെ, ഹൗ മെനി ബിറ്റ്സ് ബൈ വിച്ച് v1 is differing from v2? ജസ്റ്റ് സി. ഫസ്റ്റ് ബിറ്റ് ഓക്കെ, കുഴപ്പമില്ല, ഫസ്റ്റ് ബിറ്റിൽ ഡിഫറൻസ് ഇല്ല. സെക്കൻഡ് ബിറ്റിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, സെക്കൻഡ് ബിറ്റിൽ ഡിഫറൻസ് ഉണ്ട്. തേർഡ് ബിറ്റിലുണ്ടോ? തേർഡ് ബിറ്റിൽ ഇല്ല. ഫോർത്ത് ബിറ്റിൽ ഉണ്ട്. ഓക്കെ, ഫിഫ്ത്ത് ബിറ്റിൽ ഇല്ല. സിക്സ്ത് ബിറ്റിൽ ഉണ്ട്. ഓക്കെ, സോ ദ ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ ദീസ് ടു സ്ട്രീം ഓഫ് ബിറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സ് ഈസ് 3. ഓക്കെ, അതാണ് പറയുന്നത് ഇൻ ബൈനറി സീക്വൻസ് v1 and v2 ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ വിച്ച് v1 and v2 ഡിസഗ്രീ. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ v1 and v2? by how much distance the v1 differs from v2, or how many bits by which v1 differs from v2. This is known as hamming distance. Clear? ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നമ്മൾ ഈ ഓരോ ബിറ്റ് ബൈ ബിറ്റ് നമ്മൾ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ വി ഹാവ് ടു പെർഫോം XOR. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ 0 1 1 0 1 1. ഓക്കെ, ഇനി അടുത്തത് ഇത് 1 1 0 0 0 1. ഓക്കെ, ഇത് തമ്മിൽ XOR ചെയ്തിട്ട് നമ്പർ ഓഫ് വൺസ് എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഹാമിംഗ് ഡിസ്റ്റൻസ്. സോ 1 XOR 1 ഈസ് 1, 1 XOR 0 ഈസ് 0. സോ XOR ഓപ്പറേഷൻ എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ബിറ്റ്സ് വരെയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് സോറി ചെറിയ മിസ്റ്റേക്ക് വന്നു. ഡിഫറെൻറ്റ് ബിറ്റ്സ് വരെയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് 0. സോ 1 XOR 1 ഈസ് 0. ഓക്കെ,
അപ്പോൾ ഇവിടെ സെയിം ബിറ്റ്സ് ആണ്. അപ്പോൾ സെയിം ബിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് 0. ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് 1. ഓക്കെ, അപ്പോൾ 1 XOR 0 ഈസ് 1. 0 XOR 0 0. 1 XOR 0 ഈസ് 1. 1 XOR 1 1 XOR 1 സെയിം ആണ്. സോ ഔട്ട്പുട്ട് ഈസ് 0. 0 XOR 1 1. Okay, so how many ones are there? 1 2 3. Okay, so the Hamming distance is 3. അങ്ങനെയാണ് 3 വന്നത്. ക്ലിയർ? ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് നമ്മൾ നോക്കി എടുക്കുക. അതിനെക്കാട്ടി ഇതാണ് എളുപ്പം. ക്ലിയർ? സോ ഹാമിംഗ് ഡിസ്റ്റൻസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ പെർഫോമിംഗ് ദ XOR ഓപ്പറേഷൻ ആൻഡ് കൗണ്ടിങ് ദ നമ്പർ ഓഫ് വൺസ്. ക്ലിയർ? ഇതാണ് ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, now we will see the next one, which is minimum Hamming distance. What is minimum Hamming distance? The minimum Hamming distance is the smallest Hamming distance between all possible pairs. നമുക്ക് കുറേ സെറ്റ് ഓഫ് പേഴ്സ് ഉണ്ടാവും. ആ പേഴ്സിൽ നിന്ന് നമ്മൾ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഹാമിംഗ് ഡിസ്റ്റൻസ് ഏതാണ്, വിച്ച് ഈസ് ദ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ D min. Okay, minimum Hamming distance is the smallest Hamming distance between all possible pairs or set of pairs. I mean between some set of pairs, I mean all possible pairs. Clear? So we use D min to define the minimum Hamming distance. To find this value, we find the Hamming distance between all words, all the bits, and select the smallest one. ഇതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? വിൽ ഫൈൻഡ് ദ ഹാമിംഗ് ഡിസ്റ്റൻസ് ഓഫ് ഓൾ ദ പേഴ്സ് ആൻഡ് സെലക്ട് ദ സ്മോളസ്റ്റ് വൺ. ക്ലിയർ? നൗ ലെറ്റ് us demonstrate. So here this is the first question. Find the minimum Hamming distance for the pair of code words. ഈ പെയർ ഓഫ് കോഡ് വേർഡ്സിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയണം. ഓക്കെ, അപ്പോൾ കോഡ് വേർഡിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ വേണം. അതാണ് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ ബിറ്റ്സ് എന്ന് പറയുന്നത് മസ്റ്റ് ബി സെയിം. ഇത് 3 ബിറ്റ്, ഇതും 3 ബിറ്റ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേഴ്സ് അല്ലെങ്കിൽ പേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഈ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ 3 സീക്വൻസ് ഓഫ് ബിറ്റ്സ് തമ്മിൽ നമുക്ക് ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹാമിംഗ് ഡിസ്റ്റൻസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഓൺലി ബിറ്റ്വീൻ പേഴ്സ്. ഓക്കെ, 2 സെറ്റ് ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഹാമിംഗ് ഡിസ്റ്റൻസ് ഓഫ് ഓൾ പേഴ്സ് ഓഫ് കോഡ് വേർഡ്സിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് യു ഹാവ് ടു കമ്പ്യൂട്ട് ഹാമിംഗ് ഡിസ്റ്റൻസ് ഓഫ് 0 0 0 0 1 1. അത് കഴിഞ്ഞ് 0 0 0 1 0 1. അത് കഴിഞ്ഞ് 0 0 0 1 1 0. നെക്സ്റ്റ് 0 1 1 1 0 1. നെക്സ്റ്റ് 0 1 1 1 1 0. ഫൈനലി 1 0 1 1 1 0. ഓക്കെ, അങ്ങനെ 6 എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 1 0 0 0 0 1 1 അല്ലേ, 0 0 0 0 1 1. അപ്പോൾ അതിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2 അല്ലേ. XOR ചെയ്യുമ്പോഴത്തേക്കും എത്ര 2 വരും? എത്ര 1s വരും? 2 1s അല്ലേ വരുന്നത്. സോ 2. ഓക്കെ, നൗ 0 0 0 1 0 1, അതും 2. 0 0 0 1 1 0 0 0 0 1 1 0, ഇറ്റ് ഈസ് ഓൾസോ 2. നെക്സ്റ്റ് 0 1 1 1 0 1, ദാറ്റ് ഈസ് ഓൾസോ 2. നെക്സ്റ്റ് 0 1 1 1 1 0, ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ 2 അല്ലേ. നെക്സ്റ്റ് 1 1 0 1 0 1 1 1 0 1 0 1 1 1 0, അതും 2. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് കേസ് ദ D min, ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം 2 ആണ്. എല്ലാം 2 ആയതുകൊണ്ട് ഇതിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഏതാണ്? 2 ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിൽ 2 4 6 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ദ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഈസ് 2 എന്ന് പറയാൻ പറ്റും. ഇതിലെല്ലാം സെയിം ആണ്, അതുകൊണ്ട് ഇത് തന്നെയാണ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. സോ ദ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഓർ ദ D min ഈസ് 2. ഓക്കെ, നൗ അനദർ എക്സാമ്പിൾ ഫോർ k equal to 2 n equal to 5. അതായത് ബിറ്റ് സ്ട്രീം 2 ബിറ്റും നമ്മുടെ കോഡ് വേർഡ് എന്ന് പറയുന്നത് 5 ബിറ്റുമാണ്. ഓക്കെ, കറസ്പോണ്ടിങ് കോഡ് വേർഡ് ഈസ് ഗിവൺ. ഇതാണ് കോഡ് വേർഡ്. Now suppose the code word block is received with the bit pattern 0 0 1 0 0. ഓക്കെ, ഇനി എറർ നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എറർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നു, നമുക്ക് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ടു ബി കറക്റ്റഡ്.
അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 00100 അങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇതാണ് നമ്മളെ കറസ്പോണ്ടിങ് കോഡ് വേർഡ്. ഇതാണ് നമ്മൾ അയച്ചു കൊടുത്തത്. നമുക്ക് കിട്ടിയതിൽ ഇങ്ങനെ ഒരു കോഡുണ്ട്. ആ കോഡും നമ്മുടെ കോഡ് വേർഡായിട്ട് ചെക്ക് ചെയ്തേ. അങ്ങനെ ഒരു കോഡുണ്ടോ? 00100 ഇവിടെയുമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഈസ് ആൻ എറർ. ഇത് എറർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കോഡ് വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എറർ ഈസ് ഒക്കേർഡ് എന്നുള്ളത് നമ്മൾ ഫൗണ്ട് ഔട്ട് ചെയ്യുന്നു. സോ ദിസ് മീൻസ് ദാറ്റ് വി ഹാവ് ഡിറ്റക്റ്റഡ് ആൻ എറർ. ഓക്കെ, അപ്പം എറർ ഡിറ്റക്റ്റ് ചെയ്തു. ഇനി കറക്റ്റ് ചെയ്യണ്ടേ? ഇതെവിടെ നമ്മൾ കറക്റ്റ് ചെയ്യും? എങ്ങനെ കറക്റ്റ് ചെയ്യും? ഓക്കെ, ഇതിനെ നമ്മൾ ഏത് കോഡായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോഡും നമ്മുടെ ഈ എറർ കോഡും നമ്മൾ ഒറിജിനൽ കോഡ് വേർഡായിട്ടുള്ള ഹാമിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ദിസ് ഈസ് എ ഫസ്റ്റ് ടാസ്ക് ടു ബി ഡൺ. ഓക്കെ, അപ്പോൾ നമ്മൾ 000000100 ഫസ്റ്റ് ഹാമിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹാമിങ് ഡിസ്റ്റൻസ് ഈസ് 1. ഇനി 00111 നമ്മൾ ഒറിജിനൽ കോഡ് വേർഡും നമ്മളെ എറർ കോഡും 00100 അത് തമ്മിലുള്ള ഹാമിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് 2. ഓക്കെ, നെക്സ്റ്റ് 11001 00100 11001 00100 അതിൻ്റെ തമ്മിലുള്ള ഹാമിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4. നെക്സ്റ്റ് 1110 00100 1110 00100 ഇതിൻ്റെ തമ്മിലുള്ള ഹാമിങ് ഡിസ്റ്റൻസ് ഈസ് 3. ഇനി ഇതിൽ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ഏതാണ്? മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ഈസ് ഫോർ ദിസ് കോഡ്. ഓക്കെ, ഈ ഹാമിങ് കോഡിലാണ് ഹാമിങ് ഡിസ്റ്റൻസാണ് ഇതിലാണ് ഈ കമ്പ്യൂട്ടേഷനിലാണ് നമ്മൾ ഹാമിങ് ഡിസ്റ്റൻസ് 1 ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് അല്ലേ. സോ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ഈസ് ഫോർ ദിസ് കമ്പ്യൂട്ടേഷൻ. ഈ കമ്പ്യൂട്ടേഷനിലാണ് നമ്മൾ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്തത്. അപ്പോൾ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ഏത് കമ്പ്യൂട്ടേഷനിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് അതിൻ്റെ ഒറിജിനൽ കോഡ് വേർഡ് വെച്ച് ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, അതായത് ഇവിടെ 0010 നമ്മൾ ഇവിടെ നോക്കുക. ഇതിൽ നമ്മൾ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ഏത് കമ്പ്യൂട്ടേഷനിലാണ് കിട്ടിയത്? ഈ കമ്പ്യൂട്ടേഷനാണ് മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന് നമ്മൾ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച ആ കമ്പ്യൂട്ടേഷനിൽ കോഡ് വേർഡുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ നമ്മൾ ഒറിജിനൽ കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ 0000 ആണ് അല്ലേ. 00000 ആണ്. ഇത് വെച്ച് നമ്മളിതിനെ അങ്ങ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദസ് ദ കറക്റ്റഡ് കോഡ് ഈസ് 00000. അപ്പോൾ നമ്മൾ ദിസ് 00100 വി ഹാവ് കറക്റ്റഡ് ടു 0000. Okay, so the corrected code is this one. Clear? So this is how the hamming distance is performed to correct the error. Okay, നമ്മൾ ഫോർവേഡ് എറർ കറക്ഷനിൽ ഹാമിങ് ഡിസ്റ്റൻസ് വഴി മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ടെക്നിക്ക് വഴി നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എറർ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ എറർ കോഡും നമ്മളെ കോഡ് വേർഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കോഡിലും നമ്മൾ ഹാമിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ മിനിമം ഹാമിങ് ഡിസ്റ്റൻസ് ഏത് കമ്പ്യൂട്ടേഷനിലാണ് വന്നത് ആ കമ്പ്യൂട്ടേഷനുള്ള കോഡ് വേർഡ് വെച്ചിട്ട് നമ്മൾ ആ എറർ കോഡിനെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ഹിയർ ഇസ് ദ കോഡ് കറക്റ്റഡ് കോഡ് ഈസ് ദിസ് വൺ. ക്ലിയർ? ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഹൗ വി ആർ ഡിറ്റക്റ്റിംഗ് എറേഴ്സ് യൂസിങ് ദ ഹാമിങ് ഡിസ്റ്റൻസ്. ഓക്കെ, മിനിമം ഹാമിങ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി വേറൊരു കോൺസെപ്റ്റ്, മിനിമം ഡിസ്റ്റൻസ് ഫോർ എറർ ഡിറ്റക്ഷൻ. ഓക്കെ, ഇപ്പോൾ എറർ ഡിറ്റക്ഷന് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് മിനിമം നമുക്ക് എടുക്കേണ്ടത്? ഓക്കെ, എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം എത്ര ഡിസ്റ്റൻസ് എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു റൂളുണ്ട്. ഈ റൂളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാലിഡ് കോഡ്സ് ഈസ് എസ്, ദെൻ ദ കോഡ് ക്യാൻ ഡിറ്റക്റ്റ് അപ് ടു S-1 എറേഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഡ് വേർഡുകളുണ്ടല്ലോ, കോഡ് വേർഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എസ്, ദെൻ അതിനെ നമുക്ക് എത്ര എറേഴ്സ് വരെ ആ കോഡിന് നമുക്ക് എത്ര എറേഴ്സ് വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S-1 ആണ്. ദ കോഡ് ക്യാൻ ഡിറ്റക്റ്റ് അപ് ടു S-1 എറേഴ്സ്. ഓക്കെ, സച്ച് കോഡ് ക്യാൻ ഡിറ്റക്റ്റ് അപ് ടു S-1. Which means that if the minimum distance between the valid code is S, the received code word cannot be mistaken
ഫോർ അനദർ കോഡ് വേർഡ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിത് ഒരു എക്സാമ്പിളിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, look at here. This is the data word and this data word is mapped to the corresponding code words. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് കോഡ് വേർഡ്സ്. ഓക്കെ, നമ്മുടെ ഈ ഒറിജിനൽ കോഡ് വേർഡ്സ് നമ്മൾ സെൻഡ് ചെയ്ത കോഡ് വേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചതാണ്. അതാണ് നമ്മൾ നേരത്തെ ഈ ഒരു ഫിഗർ ഉണ്ട്. ഇത് ഓൾറെഡി ഈ ഒരു കോഡ് വേർഡ്, ഈ ഒരു മാപ്പിംഗാണ് അവിടെ നമ്മളെ ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് 2 ആണ് അല്ലേ? കണ്ടോ, ഈ ഓരോ കോഡ് വേർഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0000111, 000101, 001110 എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അതാണ് നമ്മൾ ഓൾറെഡി കണ്ടത്. സോ ദ ഡി മിനിമം ഈസ് 2. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് കോഡ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി മിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2. ഓക്കെ, ഡി മിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2. ഡി മിന് 2 ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എറേഴ്സ്, ഇപ്പോൾ ഈ കോഡ് വെച്ചിട്ട് നമുക്ക് എത്ര എറേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിറ്റ് എറർ മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 ബിറ്റ് എറർ, ഒരു ബിറ്റിലുള്ള എറർ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വൈ? കാരണം ഇവിടെ നോക്കുക, ഇവിടെ ഞാനിപ്പോൾ 101 സെൻഡ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ 101 സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 100 ആണ് റിസീവർ സൈഡിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ 100 എന്ന് പറയുന്ന കോഡ് ഇവിടെ ഉണ്ടോ? നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 100 എന്ന് പറയുന്ന കോഡുണ്ടോ? 0000111 100 എന്ന് പറയുന്ന കോഡില്ല. ഓക്കെ, അപ്പം അങ്ങനെ സിംഗിൾ ബിറ്റ് എറർ മാത്രമേ നമുക്ക് കണ്ട. അപ്പം 101ഉം 100 തമ്മിൽ എത്ര ബിറ്റിൻ്റെ വ്യത്യാസമുണ്ട്? ഓൺലി സിംഗിൾ ബിറ്റ് അല്ലേ? സിംഗിൾ ബിറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിംഗിൾ ബിറ്റ് എറേഴ്സ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഈ റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് വേർഡ്സ് ഓർ ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് വേർഡ്സ്, ഒറിജിനൽ കോഡ് വേർഡ് ഈസ് എസ്, then this code can detect S-1 errors. This code can detect only S-1 errors. അപ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് 1 ബിറ്റ് എറർ മാത്രമേ നമുക്കിവിടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2 ബിറ്റ് എറർ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ, 2 ബിറ്റ് എറർ ഒക്കർ ചെയ്യണമെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ 101 സെൻഡ് ചെയ്തു. ഓക്കെ, 101 സെൻഡ് ചെയ്തു. എനിക്കിവിടെ കിട്ടിയത് 110 ആണെന്ന് വിചാരിക്കുക. റിസീവ് ചെയ്തത് 110 ആണ്. ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 110 എന്ന് പറയുന്ന കോഡ് ഇവിടെ ഉണ്ടോ? 110 എന്ന് പറയുന്ന കോഡ് ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ ഇത് തമ്മിൽ എത്ര ബിറ്റിൻ്റെ വ്യത്യാസമുണ്ട്? 2 ബിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? ഫസ്റ്റ് ബിറ്റും വ്യത്യാസമുണ്ട്, സെക്കൻഡ് ബിറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ 2 ബിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇവർ തമ്മിൽ 2 ബിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 110 എന്ന് പറയുന്ന കോഡ് ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് കോഡ് കനോട്ട് ബി ഡിറ്റക്റ്റഡ്. ഇത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ 2 ബിറ്റ്, ഇപ്പോൾ മോർ ദാൻ 1 ബിറ്റ് എറേഴ്സ് നമുക്ക് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് കോഡ് വേർഡ്സ് ഈസ് 2. Clear? So this is the rule. If the minimum distance between the valid code is S, then the code can detect up to S-1 errors. Okay, if the minimum distance between the valid code is S, the received code word cannot be mistaken for the another code word. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാലിഡ് കോഡ് എസ് ആണെങ്കിൽ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാലിഡ് കോഡ് എസ് ആണെങ്കിൽ നമ്മൾ S-1 എറേഴ്സ് അല്ല ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ S എറേഴ്സ് ആണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ S എറേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇക്വലൻറ്റ് ടു ദാറ്റ് അനദർ കോഡ് വേർഡ്. അത് അനദർ കോഡ് വേർഡിന് ഇക്വലൻ്റ് ആവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ 10, ഇപ്പോൾ ഞാനിവിടെ 1 ബിറ്റ് ആയതുകൊണ്ട് 1 ബിറ്റ് ഡിഫറൻസ് വന്നുകൊണ്ട് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ 2 ബിറ്റ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എസ് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എസ് തന്നെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എസ് ഇവിടെ 2 ആണ്. അപ്പോൾ 2 എറേഴ്സ് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വിച്ച് വിൽ ബി ഇക്വലൻറ്റ് ടു അനദർ കോഡ് വേർഡ് ഉണ്ട്. ഇവിടെ ഒരു അനദർ കോഡ് 110 എന്ന് പറയുന്ന ഓൾറെഡി ഒരു കോഡ് വേർഡ് ഉണ്ട്. സോ ഇറ്റ് കനോട്ട് ബി ഡിറ്റക്റ്റഡ്.
ക്ലിയർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ തേർഡ് കോഡ് വേർഡ് 101 ഈസ് സെൻഡ് ആൻഡ് 1 എറർ ഒക്കേഴ്സ്. ഇപ്പം 101 എന്ന് പറഞ്ഞ സാധനം സെൻഡ് ചെയ്തു, ഒരു എറർ ഒക്കർ ചെയ്തു, ഒരു ബിറ്റിൽ എറർ ഒക്കർ ചെയ്തു. ഓക്കെ, ആൻഡ് ദ റിസീവ്ഡ് കോഡ് വേർഡ് ഡസ് നോട്ട് മാച്ച് ടു എനി വാലിഡ് കോഡ് വേർഡ്. ഇങ്ങനെയാണെങ്കിൽ ഈ റിസീവ് ചെയ്ത കോഡ് വേർഡ് നമ്മൾ ഈ തന്നിരിക്കുന്ന കോഡ് വേർഡായിട്ട് ഒന്നും മാച്ച് ആവില്ല. സോ വി ക്യാൻ കൺഫേം ദാറ്റ് എറർ ഹാസ് ഒക്കേർഡ്. എറർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാത്ത പക്ഷം ഇൻ അനദർ കേസ് ഇഫ് 2 എറേഴ്സ് ഒക്കർ, 2 എറർ ഒക്കർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ രീതിയിൽ 2 എറർ ഒക്കർ ചെയ്യണമെങ്കിൽ ദ റിസീവ്ഡ് കോഡ് വേർഡ് മേ മാച്ച് വിത്ത് എ വാലിഡ് കോഡ് വേർഡ്. ഓക്കെ, 2 എറർ ഒക്കർ ചെയ്യണമെങ്കിൽ ഈ കോഡ് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മാച്ച് വിത്ത് ദ ഒറിജിനൽ കോഡ് വേർഡ് ആൻഡ് ദ എറേഴ്സ് ആർ നോട്ട് ഡിറ്റക്റ്റഡ്. ഇൻ ദിസ് കേസ് എറേഴ്സ് ഒക്കർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഫോർ എറർ ഡിറ്റക്ഷൻ? ഹൗ ക്യാൻ വി കമ്പ്യൂട്ട് ദ മിനിമം ഡിസ്റ്റൻസ് ഫോർ എറർ ഡിറ്റക്ഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാലിഡ് കോഡ് ഈസ് n or s, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, ഇഫ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാലിഡ് കോഡ് ഈസ് n അല്ലെങ്കിൽ s ആണെങ്കിൽ ദ കോഡ് ക്യാൻ ഡിറ്റക്റ്റ് അപ് ടു n-1 അല്ലെങ്കിൽ s-1 എറേഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ എക്സാമ്പിളും കൂടെ കാണിച്ചു കൊടുക്കുക. ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഹാമിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പല രീതിയിലും ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നമുക്ക് ആദ്യം ഇതുപോലെ പേഴ്സ് തമ്മിൽ ഹാമിംഗ് ഡിസ്റ്റൻസ്, മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. രണ്ടാമത്തെ കേസിൽ ആ എറർ ഡിറ്റക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ കേസിൽ നമുക്ക് ഇതുപോലെ എങ്ങനെ എറർ ഡിറ്റക്റ്റ് ചെയ്യാം, മിനിമം എറർ എത്ര ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുക. ഡിഫൈൻ ഹാമിംഗ് ഡിസ്റ്റൻസ് ആൻഡ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. അത് വേണ്ട, ഇത് ചെയ്യുക. കാൽക്കുലേറ്റ് ദ പെയർ വൈസ് ഹാമിംഗ് ഡിസ്റ്റൻസ് ആൻഡ് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് എമംഗ് ദ ഫോളോയിങ് കോഡ് വേർഡ്സ്. ഈ കോഡ് വേർഡ്സ് തമ്മിൽ നിങ്ങൾ ഹാമിംഗ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്നുമല്ല, ഈ കോഡും 10000ൻ്റെയും 1001110 ഇതിൻ്റെ രണ്ടിൻ്റെയും ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഇതിൻ്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതിൽ ഏറ്റവും മിനിമം ഏതാണ് അത് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ, പിന്നെ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ അസൈൻമെൻറ്റിൽ ഇട്ടേക്കാം. അത് സബ്മിറ്റ് ചെയ്യുക, അത് കമ്പ്യൂട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, താങ്ക് യു.